ഹലോ, അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എനിക്കിന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്റെ പീരീഡ്സ് ഡേ ആണ്. ഈ ദിവസങ്ങളിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ പോയി പല്ല് തേച്ച് കുളിക്കും. കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഒന്നാതെ നല്ല ബാക്ക് പെയിനും പിന്നെ വയറുവേദനയൊക്കെ ഉണ്ടാവും. പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ രാവിലെ പീരീഡ്സ് ദിവസങ്ങളിൽ രാവിലെ കുളിക്കും. എന്തായാലും ഭാഗ്യത്തിന് ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് അച്ഛൻ എന്താ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തീ പിടിപ്പിച്ച്. അപ്പം എഴുന്നേറ്റ് കുളിച്ചു വന്നു. പിന്നെ എനിക്ക് നേരെ അടുക്കളയിലിട്ട് പോകണം കേട്ടോ, കാരണം തമ്പുരുവിന്റെ സ്കൂളുള്ള ദിവസമായിരുന്നു. അപ്പൊ രാവിലെ എല്ലാം കൊണ്ടുപോവുകയൊക്കെ വേണ്ടേ. അപ്പൊ നേരെ അടുക്കള ചെന്ന് എന്തായാലും അച്ഛൻ കുറച്ച് ദിവസം അവധി ആയതുകൊണ്ട് രാവിലെ തീയൊക്കെ പിടിപ്പിച്ചു തന്നു കേട്ടോ. അച്ഛൻ നേരത്തെ എഴുന്നേറ്റിരുന്നു. അപ്പം ഞാനപ്പോഴത്തേക്ക് കുളിച്ചിട്ട് വന്നിട്ട് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പം അപ്പവും മുട്ടക്കറിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പൊ മുട്ട ഞാൻ വേവിക്കാൻ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ കുളിക്കാനായിട്ട് കയറിയത്. പിന്നെ തിരിച്ചു വന്ന് നമുക്ക് ഉള്ളിക്കറിക്കുള്ള സവോള അരിയണമായിരുന്നു. അപ്പൊ ഞാൻ ചോപ്പറിലാണ്, ഇപ്പം ചോപ്പർ മേടിച്ച ശേഷം ചോപ്പറിൽ തന്നെയാണ് അരിയുന്നത്. പിന്നീട് നമ്മൾ കോഫി ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ ഞാൻ പാല് തിളപ്പിച്ചു. അപ്പം കൊച്ചുങ്ങൾക്ക് കുടിക്കാനായിട്ട് പാല് മാറ്റാറുണ്ട്, അതിനകത്ത് ബൂസ്റ്റ് ഇട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ബ്രൂ കാപ്പിയാണ് കേട്ടോ ഇടുന്നത്. അപ്പൊ ഞാൻ പാല് തിളച്ച ഉടനെ അവർക്ക് രണ്ടർക്കും ഉള്ളത് ഈ കുഞ്ഞു കപ്പിലോട്ട് മാറ്റി വെക്കും. അന്നേരം അപ്പൊ അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അത് തണുത്ത് കുറച്ച് ചൂട് മാറിയൊക്കെ ഇരിക്കുന്നുണ്ട്. ബാക്കി അപ്പം ഞാൻ ബ്രൂ കാപ്പി ഉണ്ടാക്കാനായിട്ടാണ്. അതും അപ്പം റെഡിയാക്കിയ ശേഷം അതും ഞാൻ പകർത്തി മാറ്റി വെക്കും. അമ്മയും ഞാനും മാത്രമേ അങ്ങനെ കുടിക്കാറുള്ളൂ. അച്ഛൻ അങ്ങനെ കാപ്പിയൊന്നും കുടിക്കത്തില്ല. മറ്റേ കാപ്പി കുടിക്കും, ഏതാ നമ്മുടെ കടുങ്കാപ്പി ഇല്ലേ, അത് കുടിക്കും. ഈ ബ്രൂ കാപ്പി അങ്ങനെ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടർക്കും മാത്രമുള്ളത് ഒരു ഇത്തിരി ഉണ്ടാക്കുള്ളൂ. അപ്പം അങ്ങനെ കാപ്പിയും ഉണ്ടാക്കി ഞാൻ മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ കൂടെ അപ്പത്തിന്റെ മാവ് നമ്മൾ തലേന്ന് ആട്ടി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതവിടെ പൊങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. കുറെ നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ പൊങ്ങി വെളിയിൽ ചാടി വരും. അപ്പൊ ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ അപ്പവും കൂടെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ തന്നെ സമയം 7 മണി ആയിട്ടുണ്ടെന്ന് തോന്നും. പിന്നെ ഞാൻ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെയാണ് അരിയുന്നത്. അപ്പൊ ഉള്ളിയെല്ലാം അരിഞ്ഞ് സവോള ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് തന്നെ അരിഞ്ഞു. ഇത് മേടിച്ച പിന്നെ ഞാൻ ഇച്ചിരി മടിച്ചാണ് അരിയാനായിട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇതുള്ളത് കൊണ്ട് നല്ല പെട്ടെന്ന് കിട്ടും. അപ്പൊ വഴറ്റി എടുക്കാനും എളുപ്പം കേട്ടോ. ചെറുതായിട്ട് അരിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം ഉപ്പിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അപ്പം മുട്ടക്കറി എനിക്ക് അടുപ്പത്താക്കണം. അപ്പൊ അമ്മ ഇവിടെ പുറത്തുള്ള പണിയിലൊക്കെയാണ്, മുറ്റം തൂപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള പണിയിലൊക്കെയാണ് അമ്മ. പിന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മീനൊക്കെ നന്നാക്കുകയാണ് അമ്മ. ഞാൻ അപ്പോഴത്തേക്ക് കാപ്പിക്കുള്ള പരിപാടിയൊക്കെ നോക്കണമല്ലോ. അപ്പൊ ചില ദിവസങ്ങളിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ തമ്പുരുവിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവൾക്ക് അത് തന്നെയാണ് ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് കൊടുത്തു വിടുന്നത് കേട്ടോ. ഇന്നിപ്പോ അപ്പമല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ അപ്പം കൊടുത്തു വിടാന്ന്. പിന്നെ ചോറ് ചില ദിവസങ്ങളിൽ മാത്രമേ ഇപ്പൊ ഞാൻ ചോറ് കൊടുത്തു വിടാറുള്ളൂ. കാരണം അവൾക്ക് എന്നും ഒരു കറി തന്നെ വേണം. അതായത് സോയാബീൻ കറി, മുട്ട വറുത്തത്, മോര് കാച്ചിയത്, അങ്ങനെയുള്ള കറികൾ തന്നെ എന്നും കൊടുക്കണം. എന്നും ഇപ്പൊ അത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ മാത്രമേ അവൾക്ക് അത് കൊടുത്തു വിടാറുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കറി ഉണ്ടെങ്കിൽ അവൾ ചോറ് മതി എന്ന് പറയും. അപ്പൊ ഇന്ന് എന്തായാലും അപ്പം കൊടുത്തു വിടാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അപ്പുറത്തെ അടുപ്പില് അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ടാക്കി വെക്കുന്നുള്ളൂ, കാരണം രാവിലെ പിള്ളേർക്ക് കഴിക്കാനുള്ളതും അച്ഛന് കഴിക്കാനുള്ളതും. പിന്നെ ഞാനും അമ്മ എന്തായാലും കഴിക്കുമ്പോഴത്തേക്ക് പിള്ളേരെ വിടുന്ന സമയം 9 മണിയൊക്കെ ആവും നമ്മൾ കഴിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് അവർക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഞങ്ങൾക്ക് ചൂടോടെ ഉണ്ടാക്കി തിന്നാലോ, അതല്ലേ അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചു. അപ്പോഴത്തേക്ക് ദേവൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ദേവൂട്ടൻ ഫസ്റ്റ് എഴുന്നേറ്റ്, ഞാൻ പറയില്ല അടുക്കളയിൽ, എന്റെ മറ്റുള്ള വീഡിയോസ് കാണാൻ പറയാം, നമ്മൾ അടുക്കളയിലോട്ട് ആദ്യം വരും, വന്ന് കെട്ടിപ്പിടിച്ച് വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കുറച്ചു നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എന്താ അമ്മ കഴിക്കാൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് മോന് ഇഷ്ടപ്പെട്ട പാലപ്പവും മുട്ടക്കറിയൊക്കെ ആണെന്നൊക്കെ അവനോട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പൊ അവന് ഇഷ്ടമില്ലാത്തത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ആണെന്ന് പറയുമ്പോൾ അവൻ പറയും എന്നും ഇതേ ഉള്ളൂ അമ്മയെന്ന് ഇരിക്കും. അങ്ങനെ അപ്പൊ അവൻ മേളിൽ നമ്മുടെ പലഹാരപാത്രം ഇരിപ്പുണ്ട്. അപ്പൊ എഴുന്നേറ്റ് വന്ന ഉടനെ ഓറിയോ ബിസ്ക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓറിയോ വേണ്ട, കുറച്ച് കാപ്പി പാല് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് കുടിക്കുക, അപ്പത്തേക്ക് അപ്പം തരാന്ന് പറഞ്ഞു. ഇവൻ ഇപ്പം 4 വയസ്സാവുകയാണ് ഈ ഓഗസ്റ്റില്. അപ്പം ഫസ്റ്റ് ഞാൻ അവനോട് കുറച്ച് പ്രായം വരെയും പല്ല് തേക്കുവാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അതിനുശേഷം പല്ല് തേച്ചിട്ട് പിന്നെ ഒന്നും കൂടെ കഴിക്കുക, അങ്ങനെയാണ് പതിവ്. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വിശന്നിട്ടല്ലേ വരുന്നത്. അപ്പൊ ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി പല്ല് ചുമ്മാ ഒന്ന് കൈവച്ചൊന്ന് ഒട്ടിച്ച് കഴുകിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മോനെ ഇത്രയേ ആയില്ല, ഇനിയിപ്പൊ പല്ലൊക്കെ തേച്ചിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ചു നേരം
അവൻ എന്റെ കയ്യിൽ തന്നെ ഇരുന്ന്. പിന്നെ അപ്പം കറക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് താത്ത് വെക്കണമല്ലോ. അപ്പൊ അവനെ താത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പമൊക്കെ ഒന്ന് കറക്കി എടുത്തു. പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി ഞാൻ ഫ്രണ്ടിൽ TV കാർട്ടൂൺ വെച്ച് കൊടുത്തു. അവിടെ കൊണ്ടിരുത്തി കാപ്പിയും കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പൊ കുറച്ചു നേരം അവൻ അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ പിന്നെ അടുക്കളയിലെ കാര്യം നടക്കത്തില്ല. അവനും അപ്പൊ എന്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യണമെന്ന് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനാന്ന് പറഞ്ഞ് ചുമ്മാ അവിടെ എല്ലാം കുളമാക്കിയിട്ടിട്ട് പോകും. അതുകൊണ്ട് ഞാൻ പയ്യെ അവനെ അങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പം ഉള്ളിക്കറി അപ്പത്തേക്ക് മുട്ടക്കറി അപ്പത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ടായിരുന്നു. മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഇതൊക്കെ തോടൊക്കെ കളഞ്ഞിട്ട് അതും വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എനിക്ക് അടുക്കളയിലെ പണി ഏകദേശം കഴിഞ്ഞു, കാപ്പിയുടെ പണി കഴിഞ്ഞു. പിന്നെ അതാണ് നമ്മുടെ ചോറ് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറ് അവിടെ ആയിക്കോളും പയ്യെ. കുടിക്കാനുള്ള വെള്ളവും അടുപ്പത്ത് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മുട്ടക്കറി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. കാരണം ആ പാത്രത്തിൽ അടുത്ത കറി വെക്കണം. ഞാൻ ആ ഒരു പാത്രം തന്നെ യൂസ് ചെയ്യും. കാരണം കറി ഇങ്ങനെ മാറ്റി വെക്കാമല്ലോ. പിന്നെ ആ മെഴുക്കുരുട്ടിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് തന്നെ വെച്ചേക്കും. മോര് കാച്ചിയത്, രസം, ഇങ്ങനെയുള്ള കാപ്പിക്കുള്ള കറികളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് പകർത്തി വെക്കും കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ തമ്പുരുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കലാണ്. അവർക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ് പോവാനൊക്കെ, പിന്നെ അങ്ങ് റെഡി ആയിക്കോളും. പക്ഷെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് കിട്ടണം, അവളൊന്ന് ഉഷാറാവണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ദേവൂട്ടൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തമ്പുരുവിനെ. ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഒഴിച്ചു വെച്ചിരുന്ന കാപ്പി ബൂസ്റ്റ് അവൻ തന്നെ ചേച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞ അയച്ച് കുടിക്കുക, സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഉറക്കപ്പിച്ചയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ തമ്പുരൂട്ടിനെ അപ്പം വേഗം തന്നെ കുളിപ്പിക്കാനുള്ള പണി നോക്കി. അപ്പോഴത്തേക്ക് അമ്മ മീൻ വെട്ടി, കിളിമീനായിരുന്നു, അത് വെട്ടി അരച്ച് വരട്ടി, അതായത് വറുക്കാനായിട്ട്. പിന്നെ നമ്മൾ ചക്കക്കുരു മാങ്ങയാണ് വെക്കാൻ പോകുന്നത്, അതും അമ്മ അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പി താണ്ട ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഇനി ചൂടോടെ ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ അടുക്കളയിലെ പണി ഏകദേശം ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ തമ്പുമോളെ വേഗം പോയി കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. തമ്പൂനെയും ദേവൂനെയും കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ പണിയില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഇവരെ രണ്ടുപേരെയും കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ മുഖത്തെല്ലാം വെള്ളം ആവത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ പീരിയഡ്സ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ കുളിച്ചേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഒന്നും കുളിക്കത്തില്ല. 9 മണിയാവും എന്തായാലും കുളിക്കാനായിട്ട്. പീരീഡ് ആയിരിക്കുന്ന കാലത്ത്, അതായത് ഞാൻ ആദ്യമായിട്ട് പീരീഡ് ആയതെന്ന് അന്ന് മുതൽ ഇന്ന് വരെയും കേട്ടോ, ഞാൻ ആ ദിവസങ്ങളിൽ രാവിലെ കുളിക്കാറുണ്ട്. അതെനിക്ക് ആ ഒരു ശീലം എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അല്ല, ഒരു കണക്കിന് നല്ല ശീലം. ഒരു ഫ്രഷ് ആയിട്ടൊരു ഡേ തുടങ്ങാമല്ലോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ. എനിക്ക് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയും വയറുവേദനയും കാലുവേദനയും ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പിള്ളേരുണ്ട്. അപ്പം ഇപ്പൊ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, പിള്ളേരുടെ കാര്യം കൂടെ നോക്കണ്ടേ. അപ്പൊ നമുക്ക് നമ്മുടെ വേദനകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് പിടിച്ചടക്കാതെ രക്ഷയില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ മടി പിടിച്ച് കിടന്നേനെ കേട്ടോ. വീട്ടിൽ പോയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എവിടെയെങ്കിലും വയറുവേദനയാന്ന് പറഞ്ഞ് കിടന്നേനെ. ഇവിടെ ഇപ്പൊ അങ്ങനെ പറ്റത്തില്ലല്ലോ, നമുക്ക് പിള്ളേരുടെ കാര്യം നോക്കണം. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സഹിക്കണം. പക്ഷെ എനിക്ക് നല്ല കാലുവേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാലുവേദനയും നടുവിന് വേദനയൊക്കെ രണ്ടും. എനിക്ക് രണ്ടുപേരുടെയും ഡെലിവറി എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് ഡേ അതിന് മുന്നേ ഇല്ലായിരുന്നു. ഡെലിവറിക്ക് മുൻപ് അങ്ങനെ വേദന, നടുവേദന ഇല്ലായിരുന്നു. വയറുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവാറുള്ളായിരുന്നു. ഇപ്പൊ ഡെലിവറിക്ക് ശേഷം എനിക്ക് നടുവേദന നല്ലതായിട്ട് വരുന്നുണ്ട്. ആ ഒരു 2 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തമ്പൂട്ടനെ ഏതാണ്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ യൂണിഫോം ഒക്കെ ഇടിയിപ്പിച്ച്, പിന്നെ അവള് തന്നെ ചെയ്തോളും. ജസ്റ്റ് ഒന്ന് നമ്മൾ കൂടെ നിന്നാൽ മതി, യൂണിഫോം ഇട്ട് ഒന്ന് റെഡി ആയിക്കോളും. പിന്നെ കണ്ണൊക്കെ എഴുതി ഒരുക്കിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കഴിക്കാൻ കൊണ്ടിരുത്തും കേട്ടോ. കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞാൻ പുറത്തോട്ടുള്ള ആ ഒരു പെറ്റിക്കോട്ട് ഇടിക്കുന്നത്, അല്ലെങ്കിൽ അധികം മൊത്തം ആക്കത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാനുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ തമ്പു പറക്കി ബാഗിൽ, അവളുടെ ലഞ്ച് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കഴിക്കാനിരുത്തുമ്പം ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഫോണിൽ വെച്ച് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ TV-യിൽ യൂട്യൂബ് കണക്ട് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും. TV-യിലുള്ള കാർട്ടൂൺ അവർക്ക് കാണാൻ ഇഷ്ടമില്ല കേട്ടോ. അതിലെപ്പോഴും ബാലവീറും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഫുൾ ടൈം ഒരേ കാർട്ടൂൺ ആയതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടമില്ല കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ വെച്ച് കൊടുക്കും. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുക, അമ്മ ഇത്തിരി നേരം ഫോണൊന്ന് വെച്ച് തരാമോ. അപ്പൊ ഞാൻ പറയില്ല, ഇന്ന് വീഡിയോ എടുക്കാണ്, തരാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് കുറച്ചു നേരം എന്തായാലും വാർത്തയൊക്കെ നോക്കിയിരുന്ന് കഴിച്ചു.
എങ്ങനെയെങ്കിലും കുറെ താമസം കേട്ടോ കഴിക്കാനായിട്ട് തമ്പൂനെ. നമ്മളിപ്പം ഒരു മണിക്കൂർ എങ്കിലും എടുക്കും അവള് കഴിക്കാനായിട്ട്. ഭയങ്കര സ്ലോ ആയ കഴിക്കാനായിട്ട്. പിന്നെ അത് കഴിപ്പിച്ച് വിടും. കാരണം ഇവള് കഴിക്കാതെ പോകുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ട് ഇവള് ഛർദ്ദിക്കും. കാരണം വണ്ടിയിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. പിന്നെ ഇവർക്ക് 10 മണിക്ക് കഴിക്കാനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും രാവിലെ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. പിന്നെ കഴിച്ചു തരുന്ന സമയം വരെ നോക്കി നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മുടിയും കൂടെ കെട്ടിക്കൊടുക്കും കേട്ടോ. കാരണം ഇവള് വേഗം കഴിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പയ്യെ മുടിയൊക്കെ പിന്നെ കെട്ടിയാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. കഴിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പയ്യെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കും. ചില സമയത്ത് സമ്മതിക്കത്തില്ല, അമ്മ കഴിക്കട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ വേഗം കഴിച്ചൊക്കെ എഴുന്നേറ്റു. പിന്നെ യൂണിഫോം ഒക്കെ ഇടണം. മുടിയെല്ലാം കെട്ടിയിട്ടുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആവണമായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും താമസിച്ചിട്ടുണ്ടായിരുന്നേ. ണ്ട് കാരണം അവള് കഴിച്ചു വന്നതും എഴുന്നേറ്റ് വന്നതും എല്ലാം ഒരു ലേറ്റ് ആയിട്ടായിരുന്നല്ലോ. അപ്പൊ ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ, ഞാൻ പറയില്ല, അച്ഛന് ഓട്ടോയായിരുന്നു. അപ്പൊ പഴയ ഓട്ടോ അച്ഛൻ കൊടുത്തു. അപ്പം ഇനിയിപ്പോ പുതിയ വണ്ടി എടുക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം അപ്പൊ അച്ഛൻ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ പിന്നെ വണ്ടി ആക്റ്റീവയിലാണ് അവളെ കൊണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ അച്ഛന് ധൃതിയില്ല. പക്ഷെ സ്കൂൾ ടൈം ആവുന്നോണ്ട് എനിക്ക് ധൃതിയായിരുന്നു. അല്ലാത്ത ദിവസം അച്ഛന് പോകുമ്പോഴത്തേക്ക് അച്ഛന് 9 മണിയൊക്കെ ആകുമ്പോൾ പോകണ്ടേ. നേരത്തെ ഓടാനും പോണം, ഇവളെ ആക്കണം. അതുകൊണ്ട് ധൃതിപ്പെടും. ഇന്നിപ്പം അച്ഛന് ധൃതിയില്ല, പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. കാരണം കുട്ടീനെ 9-9:15 അവൾക്ക് സ്കൂളിൽ കയറണമല്ലോ. 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഒരു 10-15 മിനിറ്റല്ലേ ഉള്ളൂ. പിന്നെ വേഗം ഒരുക്കി ആളെ പറഞ്ഞു വിടണം. അതിന് ദേവൂട്ടനെ ഞാൻ അവിടെ കുളിപ്പിച്ച് നിർത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുരുത്തക്കേടും കാണിച്ച് നടക്കുകയാണ്. അപ്പൊ തമ്പൂനെ വിട്ടിട്ട് വേണം പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും 9:10 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ആക്റ്റീവലായോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവും. അധികം ദൂരം ഇല്ല കേട്ടോ, കുറച്ച് അടുത്താണ്. പിന്നെ കർച്ചീഫ് വെച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ടിഫിൻ ബാഗിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടാവും. അത് കൂടാതെ എക്സ്ട്രാ ഒരെണ്ണം വേണമെന്ന് അവള് പറയുന്നത്. അങ്ങനെ ഞാനത് പോക്കറ്റിൽ വെച്ചു കൊടുത്തു. പിന്നെ ഒന്ന് എല്ലാം ഒന്ന് ഓട്ടിച്ചൊന്ന് വേഗം വേഗം ചെയ്തൊക്കെ കൊടുത്തു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ സ്പ്രേ ഇച്ചിരി സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരിടയ്ക്ക് അടിച്ചപ്പോഴത്തേക്ക് അവളെ കണ്ണിൽ ഇത്തിരി വീണുകൊണ്ട് അവളിപ്പോ സ്പ്രേ അടിക്കാൻ തരും കണ്ണൊക്കെ അടിക്കും കേട്ടോ. ഇത്തിരി അടിക്കും. കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം നല്ല വിയർത്തിട്ടാണ് വരുന്നത്. അപ്പം സ്മെല്ലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈയിടെയായിട്ട് ഇങ്ങനെ ഇച്ചിരി സ്പ്രേ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ദാണ്ടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ദാണ്ടെ അച്ഛൻ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ദേവൂട്ടൻ തന്നെ കുളിച്ചിട്ട് അവളുടെ കാപ്പി ബാക്കി ഇരുന്നതും കൂടെ കുടിച്ചിട്ട് ആ മഗ്ഗു ഇവിടെ നമ്മുടെ ഭിത്തിയിൽ വെച്ച് ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. അവനുള്ള സ്വഭാവം അത്. കാപ്പി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് കപ്പിട്ട് അവിടെ ഇട്ട് അടിക്കും. അങ്ങനെ വേണ്ട അവര് പോയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ കുഞ്ഞാപ്പിളി ചെക്കനെ എനിക്കിനി പറഞ്ഞു വിടണം. അപ്പൊ അവനെ ഞാൻ താണ്ടെ കുളിപ്പിച്ച് നേരത്തെ കുളിപ്പിച്ച് നിർത്തി കേട്ടോ. തമ്പുരു കുളിപ്പിച്ചപ്പം കുളിപ്പിച്ച് നിർത്തിയതാണ്. അവനെ ഇനിയിപ്പോ ഒരുക്കി എനിക്ക് അംഗൻവാടിയിലേക്ക് പറഞ്ഞയക്കണം. ഞാൻ രാവിലെ കുളിച്ചപ്പോ കെട്ടിവെച്ചാണ് തല കേട്ടോ. 9 മണിക്കാ കുളിക്കുന്നേ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഞാൻ അഴിച്ച് തൂർത്തിയിടും. ഇതിപ്പം ഇങ്ങനെയുള്ള പീരീഡ് ആവുന്ന ദിവസങ്ങളിൽ ഞാൻ അന്നേരം കെട്ടി വെക്കുന്ന സാധനം പിന്നെ ദേവൂട്ടൻ അംഗൻവാടി പോകുമ്പോൾ 9:30-10 ആകുമ്പോഴത്തേക്ക് അഴിക്കുന്നത്. അത് അഴിക്കാൻ എനിക്ക് നേരം കിട്ടില്ല. അതാണ് ഏറ്റവും ഇത്. പിന്നെ ഞാൻ അവന് കൊച്ചു TV വെച്ച് കൊടുത്തിട്ട് കഴിക്കാനുള്ള പരിപാടി നോക്കാൻ പോകണം. അപ്പോഴാണ് ടേബിളിലുണ്ടല്ലോ കൊണ്ടുവച്ച് വാട്ടർ ബോട്ടിലിൽ നിന്നുള്ള വെള്ളം TV സ്റ്റാൻഡിലുണ്ടല്ലോ വീണിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് അതങ്ങ് തുടയ്ക്കാൻ കയ്യോടെ, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കടന്നിട്ട് ഏട്ടൻ അങ്ങനെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വഴക്ക് പറയും. കാരണം നമ്മുടെ TV സ്റ്റാൻഡ് വാങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നാലും ഏട്ടൻ അത് പുത്തനായിട്ടിരിക്കണമെന്ന് ഇങ്ങനെ എപ്പോഴും പറയും. ഈ പിള്ളേരെ എല്ലാം നശിപ്പിക്കുന്നതുകൊണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവച്ച് തേക്കും. അതുകൊണ്ട് എപ്പോഴും വഴക്ക് പറയാനകത്ത് എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പിന്നെ കയ്യോടെ അങ്ങ് തുടച്ചു മാറ്റി. പിന്നെ ദേവുന് ഉടുപ്പൊക്കെ അവൻ തന്നെ ഷർട്ടും പാൻറ്റും എടുത്തു കൊടുത്തേ ഉള്ളൂ കേട്ടോ. അവൻ തന്നെ അങ്ങ് ഇട്ടോളും. അപ്പൊ മുടിയൊക്കെ ചീകിയിട്ട് ഞാൻ കഴിക്കാനായിട്ട് എടുത്തോണ്ട് വന്ന്. പിന്നെ എനിക്ക് സമാധാനമുണ്ട്. പിന്നെ മുടിയൊക്കെ അഴിച്ച് തോർത്തിയിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട്. അപ്പൊ ഞാൻ പറയാം എനിക്ക് കാല് വയ്യടാന്നൊക്കെ പറയുമ്പോ ചുമ്മാ കാലിലൊക്കെ ഒന്ന് തടവി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാരി കൊടുക്കുകയാണ്. ഇത് പിന്നെ തമ്പുരുവിന്റെ പോലെ അത്ര താമസമൊന്നുമില്ല. കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി സമയം എടുക്കും. എന്നാലും അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് കഴിക്കും. വാരി കൊടുക്കുകയാണെങ്കിൽ അതിലേറെ എളുപ്പത്തിൽ കഴിക്കും. ഇങ്ങനെ കാർട്ടൂൺ വെച്ച് കൊടുത്താൽ മതി. അത് നോക്കിയിരുന്ന് ഇങ്ങനെ കണ്ടോളൂ. ചില ദിവസങ്ങളിൽ കുറച്ച് ഇതാണ് TV-യിലെ കാർട്ടൂൺ വേണ്ടെന്നുള്ള വാശിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കഴിച്ചോളും. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കുകയാണ്. അതിന്റെ കൂടെ ഞാനും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോകാനുള്ള സമയമായി. ബാഗിലേക്ക് കുപ്പി എടുത്ത് വെക്കുകയാണ്. ഞാൻ ബാഗിൽ വെക്കത്തില്ല കേട്ടോ കുപ്പി. കാരണം ഈ കുപ്പി ഇങ്ങനെ ചരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ട്.
അടപ്പൊക്കെ ടൈറ്റാ, പക്ഷെ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുപ്പി കയ്യിൽ പിടിച്ചിട്ടാ പോകുന്നത്. പക്ഷെ അവനത് ബാഗിലൊക്കെ എടുത്തു വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അംഗൻവാടി പോകാനൊക്കെ നല്ല ഉത്സാഹമുള്ള കുട്ടിയാട്ടോ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, ചെന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയും പോണം പോണം. ഈ ടീച്ചറൊക്കെ വന്നേ പിന്നെ അവന് പിന്നെ എന്നും പോകാനായിട്ട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനും പിന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അംഗൻവാടി പോകാനായിട്ട്. 9:45 10 ആകുമ്പോഴത്തേക്ക് അംഗൻവാടി ചെല്ലണം കേട്ടോ. അപ്പൊ ഞാൻ അവനുമായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് പിന്നെ അംഗൻവാടിയിൽ വീണ്ടും ഒന്ന് പോകണം, കാരണം ഇന്ന് അവിടെ ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആള് വന്ന് ഫ്രീ ചെക്കപ്പ് ഒക്കെ നടത്തുന്നുണ്ട്. ഒന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ താണ്ടെ അവന്റെ അംഗൻവാടിയിലെ കൂട്ടുകാരിയെ കണ്ടു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ദിയ മോള്, അവളും പോകുന്നുണ്ട്. നമ്മൾ എന്നും ഇറങ്ങുമ്പോഴത്തേക്ക് ആരെയിലൊക്കെ കാണും കേട്ടോ. എല്ലാവരും അടുത്തടുത്ത വീട്, അംഗൻവാടി അടുത്ത്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് എന്റെ ടീച്ചർ അവിടെ വന്ന കുട്ടികളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർ ഇങ്ങനെ കരച്ചിലാണെന്നുണ്ടെങ്കിൽ പിന്നെ വാലേ വരുന്ന എല്ലാം കരയും കേട്ടോ. അപ്പൊ ദേവൂട്ടൻ എന്നോട് പോവാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഉന്തി തള്ളി വിട്ടിട്ട് ഞാൻ പിന്നെ വേഗം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ തൂത്തുവാരല്, തുടക്കല്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ അലക്കിയിട്ടില്ലായിരുന്നു. അലക്കാനായിട്ടെന്ന് പറഞ്ഞാൽ 10 മണി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കല്ലിന്റെ അവിടെ ഭയങ്കര വെയിലാണ്. പിന്നെ നമുക്ക് അലക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര വെയിലായിരിക്കും. പിന്നെ ഞാൻ കുളിച്ചതും കൂടെ കൊണ്ട് എനിക്ക് പിന്നെ വിയർത്ത് നിന്ന് അലക്കാൻ മേലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇച്ചിരി വെയിലൊക്കെ താരട്ടെന്ന്. അങ്ങനെ പിന്നെ എല്ലാ മുറിയും ഒന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് തൂത്തൊക്കെ വാരിയിട്ടുണ്ട്. ആദ്യം രാവിലെ ഒന്ന് തൂത്ത് വാരിയതാണ്, എന്നാലും പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരിയൊക്കെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് തൂത്ത് വാരി. അപ്പൊ നോക്കിയപ്പോ ഉണ്ടല്ലോ ടേബിളിന്റെ കവറ് കീറിയിട്ടേക്കുന്ന സൈഡ് കണ്ടോ, ആ കസേരയിൽ കിടക്കുന്ന അവിടെ കീറിയിട്ടേക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ കത്രിക കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാ റൂമും തൂത്തു. അമ്മ എവിടെ എന്തോ ചെയ്യാണോ എന്തോ, അമ്മ എവിടെ അകത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളപ്പോ ഒരുമിച്ച് അംഗൻവാടി പോണെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം മറ്റേ പ്രഷറും ഷുഗറും ഒക്കെ നോക്കുന്നില്ല, എന്തായാലും നോക്കിയേക്കാന്ന് കരുതി. ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, പോയി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു ചെന്നു. നമ്മൾ ചെക്ക് ചെയ്ത് കേട്ടോ, പക്ഷെ നമുക്ക് ആർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ തൂത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ദേവുനാക്കാൻ പോകാൻ നേരത്തെ എല്ലാം ചെക്ക് ചെയ്യാന്ന് കരുതി. അന്നേരം അവര് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാനും അമ്മയും പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ അമ്മയുടെ ബെസ്റ്റ് കൂട്ടുകാരിയുണ്ട് ഉഷാമ്മ, ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ ചെക്ക് ചെയ്യാനായിട്ട് അംഗൻവാടിയിലോട്ട് പോയി. പിന്നെ നമ്മൾ പോയി ഇതേണ്ട ചെക്കൊക്കെ ചെയ്തിട്ട് തിരിച്ച് പിന്നെ അമ്മയ്ക്ക് ചിട്ടി പൈസ കൊടുക്കണമായിരുന്നു. അപ്പൊ ഞാനും അമ്മയും കൂടെ ചിട്ടി പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഉണ്ട് അവിടുത്തെ നമ്മുടെ കുഞ്ഞിന്റെ കൂട്ടുകാരനാണ് കേട്ടോ ഡോണ്, അവന്റെ വീട്ടിലാണ്. അപ്പം അവന്റെ അമ്മയുടെ കൂടെയാണ് നമ്മുടെ അമ്മയ്ക്ക് SKS ലോണൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ അവിടുത്തെ പൈസ കൊടുക്കാൻ പോയപ്പോൾ അവിടെ നടി മരത്തിനകത്ത് ഇങ്ങനെ കുറെ പഴം നിൽക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച മാങ്ങയാണെന്ന്, പക്ഷെ മാങ്ങയല്ല, എന്തോ മുട്ടപ്പഴമെന്നോ അങ്ങനെ എന്തോ പറയുന്നതാണ് കേട്ടോ. ഞാൻ ഓർത്ത് ഇത്രയും മാങ്ങ പഴുത്ത് നിൽക്കുന്നോ അമ്മയെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതല്ല, വേറെ സാധനമാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് അച്ചാറിനൊക്കെ പറിച്ച് നാളെ വേഗം വീട്ടിൽ വന്നു. അപ്പഴത്തേക്ക് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ടാ വന്നത് കേട്ടോ. അപ്പൊ തന്നെ സമയം കുറെ ആയിട്ടുണ്ടായിരുന്നു, 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പഴത്തേക്ക് കല്ലിന്റെ അവിടുത്തെ വെയിൽ കുറഞ്ഞു, ഫ്രണ്ടിലായി വെയില്. ഞാൻ പിന്നെ പെട്ടെന്ന് തുണിയൊക്കെ അലക്കി. എന്തായാലും പിന്നെ വൈകിട്ട് വരെ വെച്ചോണ്ടിരിക്കണ്ടല്ലോ. വെച്ചോണ്ടിരുന്നാലും പിന്നെ എനിക്ക് തന്നെയാണ് പണി, കാരണം ഇത് കിടന്ന് കൂടിയാലും ഞാൻ തന്നെ അലക്കണമല്ലോ. നമ്മള് മെഷീനകത്ത് അങ്ങനെ കഴുകത്തില്ല കേട്ടോ, വല്ലപ്പോഴും. അതായത് ഈ ബെഡ്ഷീറ്റും കുറെ തുണിയൊക്കെ ഉള്ളപ്പോഴും, അല്ലെങ്കിൽ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റ് അങ്ങനെയൊക്കെ അലക്കാനുള്ളപ്പോഴോ മഴയുള്ളപ്പോഴോ ഒക്കെയാണ് നമ്മൾ മെഷീനകത്ത് അലക്കുന്നത്, അല്ലെങ്കിൽ അലക്കത്തില്ല. കാരണം സമയം ഒന്നാമത് 3/4 മണിക്കൂറെങ്കിലും എടുക്കും. 3/4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 1 മണിക്കൂറാവും അലക്കി എല്ലാം എടുത്ത് വരാൻ. പിന്നെ വെള്ളം അതേപോലെ തന്നെ അത്രയും ചിലവാ. അതുകൊണ്ട് ഞാൻ വിചാരിക്കും അത്രയും നേരം കളയുന്നതിലും വരുന്ന കല്ലിലാകുമ്പോഴത്തേക്ക് നമുക്ക് അലക്കി വേഗം കാര്യം കഴിയുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ വയ്യെങ്കിലും ഞാനങ്ങ് അലക്കി. കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ 4 പേരുടെ ഡ്രസ്സും അമ്മയുടെ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ അമ്മ രാവിലെ അലക്കും. അപ്പൊ അമ്മ നൈറ്റിയും അച്ഛൻ്റെതൊക്കെ ഉള്ളല്ലോ, അത് രാവിലെ അലക്കിയിടും. ഞാൻ പിന്നെ എൻ്റെത് എന്തായാലും ഇന്ന് ഉച്ചയായി അലക്കി. ഇപ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം തമ്പൂര് സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് യൂണിഫോമും ദേവുവിന്റെ അംഗൻവാടിയിലെ ഡ്രസ്സും ഞാൻ വൈകിട്ട് കുളിച്ചിട്ട് മാറുന്നതും എല്ലാം കൂടെ വൈകുന്നേരമാണ് ഞാൻ അലക്കിയിടുന്നത്. അപ്പൊ എനിക്ക് രാവിലെ അടുക്കള പണിയുടെ ഇടയിൽ അലക്കാൻ പോകേണ്ട ആവശ്യമില്ല, പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് കഴുകിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ തുണിയെല്ലാം വിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോറിനാൻ സമയമായിട്ടുണ്ടായിരുന്നു, 1:30 ആയി. അപ്പൊ ചോറ് കഴിക്കാനായിട്ട് ഇതേ വന്നിരുന്നു. അച്ഛനും അമ്മയും എന്തേ അപ്പുറത്തിരുന്ന് ചോറ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ TV വെച്ച് എന്തോ വാർത്ത ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അതും കണ്ടോണ്ട് അങ്ങനെ താണ്ടെ ഉച്ചത്തെ ഊണ് കഴിക്കുകയാണ്. ഇന്ന് ചക്കക്കുരു മാങ്ങയും പിന്നെ കിളിമീൻ വറുത്തതും പിന്നെ വേറെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മീൻകറി കഴിക്കാറില്ല. പിന്നെ കിളിമീൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കിളിമീൻ വറുത്തത് മാത്രം ഞാൻ കഴിക്കും.
അങ്ങനെ ചോറൊക്കെ കഴിച്ചു. കുറച്ചു നേരം പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് തന്നെ ഞാൻ കുറച്ച് സ്പീഡാക്കി വെച്ചിട്ടാണ് ഇപ്പം ഇത്രയും ആക്കിയത്. കുറെ ലോങ് ആയിരുന്നു. ഞാൻ പിന്നെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഒക്കെ ആക്കിയിട്ടാണ് ഇത്രയൊക്കെ ആക്കിയത്. അപ്പൊ ഞാൻ ഉറങ്ങുന്ന ഭാഗവും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. അപ്പൊ എല്ലാരെയും കൂടെ വെറുതെ ആടി. കാരണം ഇത് എടുത്തപ്പോ തന്നെ ഭയങ്കര ഇതായിരുന്നു. ഒത്തിരി സമയം അങ്ങനെ അങ്ങ് പോയി. കാരണം നമ്മളെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലായിടത്തും ക്യാമറ ഇങ്ങനെ കൊണ്ടുവച്ച് എടുക്കണം. പിന്നെ ഇത് അതായത് ക്യാമറ ഓൺ ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാരും ചെയ്തുകൊണ്ട് പോകുന്നതല്ലേ. ഇത് നമുക്ക് അല്ലാതെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പത്തേക്ക് ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പം 3 മണി കഴിഞ്ഞു. പിന്നെ ദേവൂട്ടനെ കൊണ്ടുവരാൻ പോണായിരുന്നു. അങ്ങനെ ദേവൂട്ടൻ ഡോണിന്റെ കുടയായിട്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ. പകുതി വരെ ഡോണിന്റെ കുടയെ വന്നിട്ട് അവന്റെ കുടയും മേടിച്ച് എന്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ചെന്നപ്പോ ഉണ്ട് നമ്മുടെ വീട്ടിന് ഇപ്പുറത്ത് ഒരു പച്ചക്കിളി വന്നതിന്റെ താഴോട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ, മരത്തിൽ നിന്ന്. എന്ത് പറ്റിയതാന്ന് അറിയത്തില്ല. പക്ഷെ അത് പറക്കുന്നില്ലായിരുന്നു. പിന്നെ ദേവുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ തമ്പുരുവിനെ വിളിക്കാനായിട്ട് താണ്ട പോവാണ്. ചെറുക്കനപ്പൊ എന്റെ കൂടെ ഓടി താണ്ട വന്നിട്ടുണ്ട്. അങ്ങനെ തമ്പുവിന്റെ വണ്ടി ഞങ്ങൾ ചെന്ന് നിന്നപ്പോ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു മോളെ. അപ്പൊ തമ്പുവും വന്നിട്ടുണ്ട്. തമ്പു അപ്പൊ എന്തോ മൂടോട്ടായിട്ടാണ് ഇന്ന് വന്നത്. പിന്നെ അവിടെ കിളി വീണിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാഗൊക്കെ എന്റെ കൈ തന്നിട്ട് ഒറ്റ ഓട്ടത്തിൽ നല്ല കിളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ കിളി കുറച്ചു നേരം നമ്മൾ വെള്ളമൊക്കെ കൊടുത്തൊന്ന് നോക്കി. അവിടെയൊക്കെ കൊണ്ടെത്തിയപ്പോഴത്തേക്ക് പിന്നെ അതിനെ കാണാനില്ലായിരുന്നു കേട്ടോ. അതങ്ങ് പറന്നു പോയിട്ടുണ്ടായിരുന്നു. പച്ചക്കിളിയില്ലേ മറ്റേ പേരക്കൊക്കെ കഴിക്കുന്ന, അതായിരുന്നു തോന്നുന്നു. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ കിളിയുടെ അടുത്ത് കുറച്ചു നേരം അവരവിടെ നിന്ന് നോക്കിയൊക്കെ എടുത്തിട്ട് വന്നു. ഇത് നമ്മുടെ വീടിന് അപ്പുറത്തെ വീടാണ് കേട്ടോ, വള്ളിയമ്മയുടെ. അപ്പൊ അവരവിടെയാണ് നിന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇനി തമ്പുരുവിന് എനിക്ക് ഷടപടേന്ന് റെഡി ആക്കണം. കാരണം ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ട്യൂഷൻ എന്ന് ഞാൻ കൊണ്ടുവിടുമായിരുന്നു. ഇന്ന് എന്തായാലും കുറച്ച് ദിവസം അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് അച്ഛനാണ് തമ്പുരുവിനെ ട്യൂഷന് കൊണ്ടാക്കി വരികയൊക്കെ ചെയ്യുന്നത്. അത് എനിക്കൊരു ഉപകാരമായിരുന്നു. കാരണം എനിക്ക് വയ്യായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് കൊണ്ടുവിടാനും മടിയായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടെണ്ണത്തിനെയും പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചു, കഴിക്കാനൊക്കെ കൊടുത്തു. തമ്പുരുവിനെ ട്യൂഷന് പോകാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ദേവൂട്ടന് പിന്നെ എവിടെയും പോകണ്ടല്ലോ, അവൻ ഇനി കളിയിലേക്ക് പോകാനാണ്. അപ്പൊ ദേവുവിനോട് എന്തോ പറഞ്ഞ അച്ഛൻ കളിയാക്കി ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ തമ്പു ദേവുവിന്റെ കുഞ്ഞിലത്തെ ഏതോ ഒരു വീഡിയോ എന്നെ കാണിക്കുകയായിരുന്നു. അമ്മ ഇതാ ദേവുവിനെ കണ്ടോ എന്ന് പറഞ്ഞ് ഏട്ടന്റെ ഫോണിൽ പണ്ടത്തെ ഏതോ ഒരു ദേവൂട്ടന്റെ വീഡിയോ ആണ്. അപ്പൊ ഞാൻ ആ വീഡിയോ ഇതിൽ ഉണ്ടെന്ന് പോലും അറിയില്ല. ഞാൻ അത് യൂട്യൂബിൽ ഇടണോന്നൊക്കെ കരുതിയിരുന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഉണ്ടായിരുന്നു ഒടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവള് ദേവുവിനെ കളിയാക്കുകയാണ്. ദേവു ഉറങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ, കുഞ്ഞിലത്തെ. അതായത് എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് ദേവുവിനോട് പറയാ, ദേവു ഞാൻ ഫോൺ വെച്ചേക്കുന്നിടത്ത് വന്ന് നോക്കൂ എങ്ങനെയുണ്ട്, ക്യാമറയ്ക്കകത്തൂടെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി ഓരോന്ന് പറയാണ് കേട്ടോ. ദേവുന്ന് ഞാൻ വിളിക്കാം. അപ്പൊ കുറെ പേര് എന്നോട് ചോദിക്കുന്നത് എന്താ ദേവു എന്ന് വിളിക്കുന്നേന്ന് കേട്ടോ. ദേവൻ എന്നാണ് മോനെ വീട്ടിൽ വിളിക്കുന്ന പേര്. ദേവാന്ന് വിളിച്ച് പിന്നെ സ്നേഹത്തോടെ ദേവു എന്നങ്ങ് ആക്കി. അമ്മയാണ് ദേവു എന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ എല്ലാവർക്കും ദേവൂട്ട എന്നുള്ള പേരിലായി. ദേവൻ എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ ഓക്കെ, നമ്മുടെ ആ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പം തമ്പൂട്ടനെ വിടണം. വിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും രാവിലത്തെ പോലെ തന്നെ തൂത്ത് വാരണം, മിറ്റം തൂത്ത് പെരതൂത്ത് കുളിക്കണം. ഇതൊക്കെയാണ് ബാക്കി പരിപാടികൾ. അപ്പൊ അതേ തമ്പൂട്ടൻ പോയിട്ടുണ്ട്. 5 മണിയൊക്കെ ആകുമ്പോഴാണ് ട്യൂഷൻ തുടങ്ങുന്നത്. ഇനി പോയിട്ട് 6:30 ആവും വരാനായിട്ട്. ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം പഠിക്കുന്നതാ കേട്ടോ, വലിയ രീതിയിലുള്ളതല്ല. നമ്മള് അക്ഷരം പഠിക്കാനൊക്കെ പണ്ട് വിടത്തില്ല, അതേപോലെ തന്നെ നമ്മുടെ വീടിനടുത്ത് അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് വിടുന്നു. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ, തൊട്ടപ്പുറം എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോകണം. അപ്പൊ തമ്പുവിനെ വിട്ട് കഴിഞ്ഞപ്പോ എന്തായാലും അച്ഛൻ കൊണ്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ തുണിയൊക്കെ കുറച്ച് ഉണങ്ങാൻ ഞാൻ താമസിച്ചല്ലേ അലക്കിയത്. അപ്പൊ തുണി ഉണങ്ങാനും താമസമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ആകുമ്പം തുണിയെല്ലാം ഉണങ്ങി കിട്ടും. അപ്പൊ തുണിയെല്ലാം പറക്കി അതെല്ലാം മടക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മിറ്റം തൂത്തു. മുറ്റത്ത് വലിയ കരിയിലില്ലായിരുന്നു. കാരണം നമ്മുടെ കറിവേപ്പിലയൊക്കെ വെട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ അധികം ഇതില്ലായിരുന്നു കേട്ടോ, ഇലയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വലിയ കാറ്റുമില്ല, ഒരുമാതിരി ഇല്ല. മഴയാണോ എന്ന് വെച്ചാൽ മഴയല്ല, വെയിലാണോ എന്ന് വെച്ചാൽ വെയിലും അല്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് മുറ്റത്തൊന്നും വലിയ രീതിയിൽ ഇലയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മുറ്റമൊക്കെ തൂത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുളിക്കാനായിട്ട് പോണായിരുന്നു. അപ്പം ദേവൂട്ടൻ അവിടെ അകത്തുണ്ട്. അപ്പോഴത്തേക്ക് സമയം ഒരു 5:30 6 ആറായില്ല, 5:30 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു.
മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം കാപ്പിയൊക്കെ കുടിച്ച് ഞാനും അമ്മയും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഏട്ടൻ പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പത്തേക്ക് 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയി പിന്നെ കുളിച്ചു. പിന്നെ പീരീഡ് ആയതുകൊണ്ട് തന്നെ വിളക്ക് അമ്മയാണ് കത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ പയ്യെ 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 ഇങ്ങനെ അങ്ങനെ പയ്യെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മുടിയൊക്കെ കെട്ടണം. പിന്നെ സൺസ്ക്രീൻ രാവിലെ ആയാലും രാത്രി ആയാലും ഞാൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യും കേട്ടോ. രാത്രിയല്ല, മീൻസ് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും സൺസ്ക്രീൻ മാത്രം ഇങ്ങനെ വാരിപ്പൊത്തും. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എനിക്ക് തമ്പൂനെ അച്ഛൻ കൊണ്ടുവരുമല്ലോ, അതുകൊണ്ട് അവളെ വിളിക്കാൻ പോകുന്ന ടാസ്ക് മാത്രമേ എനിക്ക് ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നും പിന്നെ കൊണ്ടുവരാനും വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടാക്കാനും എല്ലാം ഞാൻ തന്നെ പോകണം. അച്ഛനുള്ളത് കൊണ്ട് അച്ഛൻ കൊണ്ടുവരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6:30 6:45 തോന്നുന്നു. ഇച്ചിരി താമസിച്ചാണ് അവള് വന്നത്. അപ്പൊ വന്നിട്ട് പിന്നെ അവളെ ഹോംവർക്ക് ചെയ്യണം. പിന്നെ രണ്ടാൾക്കും ചോറ് കൊടുക്കണം. അതാണ് ഇനി രാത്രിയുള്ള പണി. വേറെ പണിയൊന്നും രാത്രിയില്ല. അപ്പൊ തമ്പുരു വന്നപ്പോഴത്തേക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ട്യൂഷൻ ക്ലാസ്സിലെയും സ്കൂളിലെയും ഹോംവർക്ക് എല്ലാം എഴുതാനും വായിക്കാനും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വായിച്ചു എഴുതിയൊക്കെ വന്നപ്പോഴേക്കും ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോ പിന്നെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ എഴുതാനായിട്ട് കുറച്ച് പാടാണ്. അതായത് അങ്ങനെയല്ല, കുറെ എഴുതാൻ ഇങ്ങനെ ഒരു പേജ് ഫുള്ളായിട്ട് ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ട്യൂഷൻ ക്ലാസ്സിലെയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കൈയൊക്കെ കഴിക്കുന്നൊക്കെ പറയും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ഞാൻ അന്നൊന്ന് പഠിച്ചത് ഒന്ന് വായിക്കാം എന്ന് വെച്ചാൽ ഒന്ന് പറയാൻ പറയും, ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങ് മറന്നു പോകത്തില്ലേ. അത് കഴിഞ്ഞിട്ട് പഠിച്ച ബുക്കെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ രണ്ടാൾക്കും ചോറ് കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത പണി. തമ്പുരു പിന്നെ തന്നെ തിന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവൂട്ടന് ഞാൻ പിന്നെ വാരി കൊടുക്കാന്ന് കരുതി. കാരണം തന്നെ തിന്നും എങ്കിലും വാരി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന ആ ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ചോറാക്കിയിട്ടിട്ട് കഴിക്കത്തുള്ളൂ. പിന്നെ അത് എനിക്ക് പണിയാ, തൂക്കണം തുടയ്ക്കണം. അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കാന്ന് വെച്ചു. തമ്പു പിന്നെ അവളുടെ നഖത്തിന്റെ സൈഡിൽ എന്തോ ഒരു ചെറുതായിട്ട് ഇങ്ങനെ മറ്റേ തൊലി ഇളകുമല്ലോ, അങ്ങനെ ഇളകിയോണ്ട് ഞാൻ വാരി കൊടുക്കണോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രണ്ടാൾക്ക് 2 കറിയാ. അപ്പം ഒരു കറി ഇട്ട് ഞാൻ ഇവന് വാരി കൊടുക്കുമ്പോ ആ കറി ഇട്ട് കഴിഞ്ഞെവിടിയിട്ട് അവക്ക് വാരേണ്ടെന്ന് അവള് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഒരാൾക്ക് ആദ്യം വാരിത്തരാം, അല്ലെങ്കിൽ അച്ഛമ്മ വാരി തരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞാനും ചോറ് കഴിച്ചു കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ പാത്രം എല്ലാം കഴുകി മാറ്റാനുണ്ടായിരുന്നു. രാത്രിയായില്ലേ. അപ്പൊ പിന്നെ മൊത്ത പാത്രവും അടുക്കളയിലുള്ള എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പൊ രാവിലെ ആകുമ്പോൾ വേറെ വലിയ പണിയില്ലല്ലോ. രാവിലത്തേക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറും കലം, അതായത് ചോറ് വെച്ച പാത്രവും കഞ്ഞി തിളപ്പിച്ചതും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതെല്ലാം ഞാൻ ഒന്ന് തൂത്ത് തുടച്ച് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തൂത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം എടുത്തു. പിന്നെ ഏട്ടൻ എന്തായാലും ഓട്ടം പോയിട്ടുണ്ട്. അപ്പം ഒരു പിറ്റേ ദിവസം രാവിലെയല്ലേ വരത്തുള്ളൂ, രാത്രി കാണത്തില്ല. മിക്കവാറും ദിവസം രാത്രി കാണത്തില്ല, നൈറ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതാണ്ട് അടുക്കളയിലെ പാതകെല്ലാം തൂത്തുവാരി തുടച്ചു. ലൈറ്റ് വെട്ട കുറവാട്ടോ അവിടെ, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു മഞ്ഞ ഇതായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ പുകയെടുപ്പല്ലേ, അതുകൊണ്ട് അടുക്കളയുടെ അവിടെ എല്ലാം കുറച്ച് ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, കരിയൊക്കെ പിടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൂത്തുവാരാനുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ തൂത്തുവാരണ്ടേ പെരയെല്ലാം. ചോറൊക്കെ കിടപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പൊ രാത്രി 3 വട്ടം നമ്മൾ തൂക്കും. ഒന്ന് രാവിലെ തൂക്കും, പിന്നെ നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തൂത്തുവാരുണ്ടല്ലോ, അന്നേരം തൂക്കും. പിന്നെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ലാസ്റ്റ് കിടക്കുന്നതിന് മുമ്പായിട്ടും തൂക്കും കേട്ടോ. അപ്പൊ 3 വട്ടം തൂക്കും. അപ്പൊ ലാസ്റ്റ് ഘട്ടത്തെ തൂപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൂത്തുവാരിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിടന്നുറങ്ങാനുള്ള പണിയാണ്. പിന്നെ കുറച്ചു നേരം TV ഒക്കെ കാണും കേട്ടോ, എന്തെങ്കിലും സീരിയലൊക്കെ കാണും. പിന്നെ ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങിയോണ്ട് ഞാൻ കുറച്ചു നേരം കാണും കേട്ടോ. ഫുൾ ടൈം ഇരുന്നൊന്നും കാണത്തില്ല. ഇപ്പൊ വലിയ താല്പര്യം ഇല്ല കാണാൻ കേട്ടോ. അതുകൊണ്ട് ഫുൾ ആയിട്ടൊന്നും കാണത്തില്ല, കുറച്ചു നേരമൊക്കെ ഇരുന്ന് കാണും കേട്ടോ. പിന്നെ തമ്പൂനെയൊക്കെ നേരത്തെ കിടത്തണമല്ലോ, കാരണം സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കിടക്കണ്ടേ. അതുകൊണ്ട് ഞാനും കൂടെ കയറിയാലേ അവർ രണ്ടുപേരും കിടക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വന്നു, റൂമെല്ലാം അടച്ചു. അച്ഛനും അമ്മയും കടന്നിട്ടുണ്ട് കേട്ടോ. സമയം അപ്പൊ 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ തമ്പുരു വൈകുന്നേരമാണ് തല കഴുകുന്നത്. രാവിലെ പിന്നെ മുടി കെട്ടി വെച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് രാവിലെ മേല് മാത്രമേ കഴുകത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ തമ്പുരുവിന്റെ മുടിയെല്ലാം അഴിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേവൂട്ടൻ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് TV ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ പോയി കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി കേട്ടോ. രണ്ടുപേരെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ കഥകൊക്കെ പൂട്ടി, നമ്മുടെ സാമ്രാജ്യം എല്ലാം പൂട്ടി, ലൈറ്റൊക്കെ അണച്ചു. നമ്മളപ്പോ എന്റെ കിടക്കാൻ പോവാണ്. അപ്പൊ സമയം 9:45 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ താണ്ടെ ഞങ്ങൾ റൂമിൽ കയറി. 2 കുട്ടികളും താണ്ടെ കിടക്കുകയാണ്, എന്നെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്
അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.